ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പല്ലവിയുടെ കോളേജിലേക്ക് അല്ലെങ്കിൽ പല്ലവിയുടെ ക്ലാസ്സിലേക്ക് അമ്മയുടെ അനുഗ്രഹവും വാങ്ങി മകൻ പോകുന്നു. ഇന്ദ്രൻ മകൻ്റെ ഈ പോക്ക് കണ്ടപ്പോഴേക്കും ഇളയ മകൻ വന്നിട്ട് അമ്മ ഇതിനൊക്കെ ഒരുപാട് വില കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യം പറഞ്ഞ് ഓർമ്മപ്പെടുത്തുക. പക്ഷെ അതൊന്നും അമ്മയ്ക്കൊരു പ്രശ്നമല്ല. മകൻ എത്തിലെ പോയാലും അമ്മ പിടിക്കുന്ന മുയലിന് 3 കൊമ്പെന്നുള്ള രീതിയിലാണ് ഈ രാജലക്ഷ്മി നിൽക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഇന്ദ്രനാണെങ്കിൽ കോളേജിലേക്ക് ചെന്ന് കയറുന്നു. കോളേജിൽ ചെന്ന് കയറിയപ്പോൾ നമ്മുടെ പല്ലവി കോളേജിലുണ്ട്. കോളേജിലേക്ക് വരുന്ന പല്ലവി ഇവനിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്നിട്ട് ഒരു ഭർത്താവിൻ്റെ അവകാശമാണ്, അധികാരമാണെന്നൊക്കെ പറഞ്ഞ് പല്ലവിയോട് വർത്താനം പറയാനായിട്ട് അങ്ങനെ ചെല്ലുന്നു. തെരുവിൽ നായ്ക്കളോട് കാണിക്കുന്ന പരിഗണന പോലും ഇന്ദ്രനോട് കാണിക്കാതെ നമ്മുടെ പല്ലവി ഇങ്ങനെ ഒഴിഞ്ഞു മാറി പോകുന്ന സമയത്ത് പല്ലവി ഒന്ന് നിൽക്കൂ പല്ലവി, എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കൂ പല്ലവി. പിന്നെ ക്ലാസ്സിൽ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ആ രീതിയിൽ പഠിപ്പിക്കണം, ഈ രീതിയിൽ പഠിപ്പിക്കണം, ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ വലിയ ആളാകുക. അപ്പോൾ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. താൻ തൻ്റെ സീറ്റിൽ പോയിരിക്കാൻ പറഞ്ഞ് പല്ലവി അവനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. അങ്ങനെ അതും പറഞ്ഞ് പല്ലവി ഇവനെ ഓടിച്ചു വിട്ട് കഴിഞ്ഞിട്ട് പല്ലവിയുടെ കാര്യം നോക്കി അങ്ങ് പോയി കേട്ടോ. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ഇതേ നമ്മുടെ സ്വാതിയും കൂട്ടുകാരും കൂടി ഇന്ദ്രനെ കയ്യിലെടുക്കാനായിട്ട് ശ്രമിക്കുക. പല്ലവിയോട് പകരം വീട്ടണമെങ്കിൽ ഇന്ദ്രനെ കയ്യിലെടുക്കാം, അതാണ് ഏറ്റവും നല്ല പോംവഴി എന്നുള്ളൊരിത് സ്വാതിയും കൂട്ടുകാരികളും കൂടി ചേർന്ന് അങ്ങോട്ടൊക്കെ അങ്ങ് ധരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര കമ്പനി കൂടാനായിട്ട് അങ്ങ് ചേരുന്നു. അപ്പോൾ ഈ പൊന്നുമടത്തിലെ പെണ്ണാണ് സ്വാതി എന്നുള്ള കാര്യം ഇന്ദ്രനും അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ദ്രനാണെങ്കിൽ ഇത് നോക്കിയിരിക്കുകയായിരുന്നു സ്വാതിയായിട്ട് കമ്പനി കൂടാൻ. അപ്പോഴേക്കും ഇങ്ങോട്ട് വന്നു കയറി കമ്പനി ഉണ്ടാക്കുവാണ് ഈ സ്വാതി. അപ്പോൾ ഇന്ദ്രനും സ്വാതിയും കൂടെ ഭയങ്കര കമ്പനിയാകുന്നു, കൂട്ടാകുന്നു. പിന്നെ കൂട്ടുകാരുമായിട്ട് വർത്താനം ചർച്ചയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര സെറ്റായി എല്ലാം കൂടെ. അങ്ങനെ അതെല്ലാം അവിടെ നടക്കുന്നു. ഈ സമയത്ത് നമ്മുടെ പല്ലവി ക്ലാസ്സിലേക്ക് കയറി വരുന്നു. ക്ലാസ്സിലേക്ക് പല്ലവി കയറി വരുന്ന സമയത്ത് പല്ലവി മിസ്സിന് ഭയങ്കര ഇതൊക്കെ ആയിട്ട് ഇന്ദ്രൻ ഇങ്ങനെ ഇരിക്കുക. കയറി വന്നു. പല്ലവി ആണെങ്കിൽ പറയാനുള്ള കാര്യങ്ങൾ കുട്ടികളോട് പറഞ്ഞു. ഇന്ദ്രനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. ബാക്കിയുള്ള കുട്ടികളോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പഠിപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് തുടങ്ങുമ്പോഴേക്കും ഇന്ദ്രൻ അവിടെ ഇരുന്ന് അലമ്പാൻ തുടങ്ങി. ചുമ്മാ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതുപോലെ തന്നെ പല്ലവി ഇറിറ്റേറ്റ് ചെയ്യുന്നു, ആ ഒരു കോൺസെൻട്രേഷൻ കളയുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് വേറൊന്നും കൊണ്ടല്ല, പല്ലവി തകർന്നു പോകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇവന് ഈ വേഷം കെട്ട് മുഴുവൻ അവിടെ ഇരുന്ന് കാണിക്കുന്നത്. പക്ഷെ പല്ലവി തകരുമോ? പല്ലവി അവിടെ വാക്ക് കൊടുത്തിട്ടാണ് വന്നത്. പല്ലവി എന്നിട്ട് നേരെ അങ്ങ് ഇറങ്ങിച്ചെന്നിട്ട് അതെ, നീ ഈ ക്ലാസ്സിലെ വെറും സ്റ്റുഡൻ്റ് ആണ്, നിന്നെ പഠിപ്പിക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് ക്ലാസ്സിലിരുന്ന് പഠിക്കാം എന്നുണ്ടെങ്കിൽ മാത്രം ഇതിനകത്ത് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനത്തെ നമ്മുടെ പല്ലവി അവനെ അടിച്ചൊതുക്കി അവിടെ മൂലയ്ക്ക് അങ്ങ് ഇരുത്തി. ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ പല്ലവി ഇതൊക്കെ പറയുന്നത് കേട്ട് സ്വാതി ഇങ്ങനെ ഒരു പുച്ഛഭാവത്തോടെ പല്ലവിയെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. അങ്ങനെ അതും പറഞ്ഞിട്ട് പല്ലവി ക്ലാസ്സും കഴിഞ്ഞ് ഇറങ്ങിപ്പോയി. ഇവൻ പിന്നാലെ പോയി ഈ ഇന്ദ്രൻ. അവിടെ ചെന്നിട്ട് പല്ലവിയെ പിടിച്ച് നിർത്തിയിട്ട് പല്ലവിയെ ഭീഷണിപ്പെടുത്താൻ നോക്കുക. നീ കൂടുതൽ കളിക്കേണ്ട, നിന്നെ ഞാൻ ഇവിടെ വാഴിക്കില്ലടി, അത് ചെയ്യില്ലടി, ഇത് ചെയ്യില്ലടി, അതിനു വേണ്ടി തന്നെയാടി ഞാൻ വന്നത്, ഇതൊക്കെ പറഞ്ഞ് പല്ലവി പേടിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇവൻ ഈ ഡയലോഗുകളൊക്കെ ഇറക്കിയത്. അത് കേട്ട് കഴിയുമ്പോൾ പല്ലവി പറഞ്ഞു, നീ എന്തിനാണ് ഇവിടെ വന്നതെന്നും എന്താണ് നിൻ്റെ ഉദ്ദേശമെന്നും എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. നിന്നെ ഞാൻ അറിഞ്ഞിടത്തോളം ആരും അറിഞ്ഞിട്ടില്ല ഇന്ദ്ര. പക്ഷേ നിൻ്റെ ഒരു ഉദ്ദേശവും ഇവിടെ നടക്കാൻ പോണില്ല എന്ന് പറഞ്ഞു. ഞാനാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ ഈ കോളേജിൽ ഞാൻ എന്നും ഉണ്ടാകും എന്ന് പറയുക. ഇവിടെ നിന്ന് പോകേണ്ടവൻ നീയാണ് എന്ന് പറഞ്ഞു. നിൻ്റെ വിരട്ടലും ഭീഷണിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട. പിന്നെ ഇവിടെ കിടന്ന് കറങ്ങി വലിയ ഷോ ഓഫ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതും തെറ്റിപ്പോയി. നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി ഇങ്ങനെ പറയുമ്പോഴേക്കും ഞാൻ മനസ്സിലൊന്ന് കുറിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തുവടിയെന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ നമ്മുടെ പല്ലവിയെ വെല്ലുവിളിക്കുക. അപ്പോൾ കാണാം എന്നുള്ള രീതിയിൽ പല്ലവി ഇവനെ അങ്ങ് തിരിച്ചു വെല്ലുവിളിച്ചു. അങ്ങനെ വെല്ലുവിളികളും കാര്യങ്ങളും എല്ലാം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവന് പല്ലവിയുടെ മുന്നിൽ തോറ്റു പോകുമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും കയ്യിലുണ്ടായിരുന്ന ഒരു പിച്ചാത്തി എടുത്ത് പല്ലവിയുടെ നേരെ കാണിക്കുക. അതേ, എൻ്റെ ഈ ഒരു പിച്ചാത്തി പിടിക്കില്ല നീ എന്ന് പറഞ്ഞു. പോടാ എന്നും പറഞ്ഞു നമ്മുടെ പല്ലവി എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. ഇന്ദ്രനെ ഒന്നിനും കൊള്ളില്ല എന്ന് പല്ലവി വീണ്ടും ഇവൻ്റെ മുന്നിൽ സ്ഥാപിച്ചു കൊടുക്കുക. ഇത് കേൾക്കും തോറും ഇവന് ഭയങ്കര കലിപ്പാണ് പല്ലവിയോട്. കാരണം ഇവൻ വെറും ബിഗ് സീറോയാണെന്ന് പല്ലവി പറഞ്ഞു വെക്കുമ്പോൾ ഇവനത് ഭയങ്കര കുറച്ചിലായിട്ടുള്ള കാര്യമല്ലേ. ഇവൻ എന്നിട്ട് ഇങ്ങനെ നാണം കെട്ടി ഇങ്ങനെ അവിടെ നിൽക്കുക. പക്ഷെ തോറ്റു കൊടുക്കാൻ ഇന്ദ്രനും തയ്യാറല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണതേ പൊന്നും മടത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, ഒന്നിനു പിറകെ ഒന്നായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഈ സമയത്ത് അച്ചുവിൻ്റെ ആ ഒരു സ്വഭാവവും കാര്യങ്ങളും ഒക്കെ നമ്മുടെ പൂർണ്ണിമയ്ക്ക് അറിയാലോ. അതുപോലെ തന്നെ നിഖിൽ ഫോൺ വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അച്ചു ഡെസ്പാവും. അച്ചുവിൻ്റെ ഭാവമാറ്റവും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ പൂർണ്ണിമയ്ക്ക് കൃത്യമായി മനസ്സിലാകും. അപ്പോൾ പൂർണ്ണിമ അച്ചുവിനോട് ചോദിച്ചു, എന്താ മോളെ, നിഖിലാണോ വിളിച്ചത്? അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അമ്മ, എനിക്ക് നിഖിലിൻ്റെ രീതികളും വർത്താനമൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല, അല്ലെങ്കിൽ അതെനിക്ക് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അച്ചു പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് വലിയൊരു തിരുമേനിയെ, പേര് കേട്ട പ്രശസ്തനായിട്ടുള്ള ഒരു തിരുമേനിയെ വിളിപ്പിക്കാൻ തന്നെ നമ്മുടെ പൂർണ്ണിമ തീരുമാനിച്ചു. അത് സേതുവിനോട്, പല്ലവിയോട്, വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞു. അവർക്കെല്ലാവർക്കും സമ്മതം. ഇതുപോയി പിന്നെ നമ്മുടെ
പ്രതാപനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പ്രതാപൻ ഇത് കേട്ടപ്പോഴത്തേക്കും നടുങ്ങി. കാരണം പ്രതാപൻ ആ ഒരു തിരുമേനിയെ പറ്റി അറിയാം. അദ്ദേഹം വളരെ വളരെ നല്ലൊരു മനുഷ്യനാണെന്നും സത്യസന്ധമായ കാര്യങ്ങൾക്ക് മാത്രമേ അദ്ദേഹം നിൽക്കുകയുള്ളൂ എന്നുള്ളത് പ്രതാപൻ അറിയാം. എന്ത് നൂലാമാലകൾ ഉണ്ടെങ്കിലും അതെല്ലാം തെളിയിച്ചു കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണെന്നും അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രതാപനാണെങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരെ പൂർണിമയും മാക്സിമം പുറകോട്ട് വലിക്കുക. വേണ്ട ചേച്ചി, അതിൻ്റെ ആവശ്യമില്ല ചേച്ചി, ആവശ്യമില്ലെന്നും പറഞ്ഞു. അപ്പോൾ പൂർണിമ പറഞ്ഞു അതിൻ്റെ ആവശ്യമുണ്ട്. അച്ചുവിൻ്റെയും നിഖിലിൻ്റെയും കല്യാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം അദ്ദേഹം തന്നെ നോക്കിയാൽ മതിയെന്ന്. പിന്നെ പൂർണിമ കൊട്ടായ തീരുമാനം അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പം ഈ പറഞ്ഞ പ്രതാപനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രതാപനാണെങ്കിൽ കൈയും കെട്ടി വെള്ളം കുടിയാ. കാരണം ടെൻഷൻ കയറിയിട്ട് ഇനി അദ്ദേഹം വന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ കള്ളക്കളി മുഴുവൻ പൊളിയത്തില്ലേ. നമ്മുടെ അച്ഛനെ കൊന്ന സാധിക്കുന്ന, അതായത് നമ്മുടെ മാധവമേനോനെ കൊന്നവ ആ ഒരു കഥ തൊട്ടിങ്ങ് പോരുമല്ലോ, അതിൻ്റെ പേടിയാണ് ഇയാൾക്ക്. എന്നിട്ട് പിന്നെ ഇയാളോട് വരണമെന്ന് നമ്മുടെ പൂർണിമ പറഞ്ഞു. അപ്പോഴത്തേക്ക് 100 ഒഴിവുകഴിവുകളൊക്കെ ഇയാൾ പറയുക. പക്ഷെ പൂർണിമ പറഞ്ഞു എന്തെല്ലാം തിരക്കുണ്ടെങ്കിലും അന്നേ ദിവസം നീ ഇവിടെ വന്നേ പറ്റുള്ളൂ, വന്നില്ലെങ്കിൽ ശരിയാവില്ല. അങ്ങനെ അതും പറഞ്ഞ് പത്മജിയായിട്ട് പ്രതാപൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പത്മജിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്മജ പറഞ്ഞു, നിങ്ങൾ പോകുന്നതിന് എന്താ കുഴപ്പം? എടി അതല്ല, ഞാൻ പോയാൽ ശരിയാവില്ല. നിങ്ങൾ പോകാതിരുന്നാലാണ് ശരിയാകാതാവുന്നത് കേട്ടോ. അയാളെപ്പറ്റി അറിയാവുന്നതാണല്ലോ, ആ വരുന്നയാളെ എല്ലാ കാര്യങ്ങളും പറയാം. അപ്പോൾ നിങ്ങളവിടെ ഇല്ലെങ്കിൽ പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണം എങ്ങനെയെങ്കിലും നടത്താൻ നോക്കും നിങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭാര്യ ഭർത്താവിനോട് പറയും. ഇങ്ങനെ ഭാര്യ പറഞ്ഞ ആ ഒരു ഇതിലിങ്ങനെ ഭർത്താവ് പോകാൻ തന്നെ തീരുമാനിച്ചു. കാരണം അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും കാര്യങ്ങളെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവർ പോവുക. എന്തായാലും പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് അദ്ദേഹം പൊന്നുമടത്തിലേക്ക് എത്തി കേട്ടോ. അദ്ദേഹം എത്തി വലത് കാലെടുത്തു വെച്ചപ്പോൾ തൊട്ട് ദുർശകുനങ്ങളാണ്. എല്ലാവരും അദ്ദേഹത്തിനെ സ്വീകരിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവിടെ ചെന്ന് അദ്ദേഹത്തിനെ വളരെ സ്വീകാര്യതയോടുകൂടി ഇവരകത്തേക്ക് കൊണ്ടുവന്ന് പ്രതാപൻ അന്നേരം അകത്തിരുന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. വെള്ളം കുടിപ്പിക്കുമെന്ന് പ്രതാപൻ അറിയാം. അതുകൊണ്ട് പ്രതാപൻ അങ്ങനെ വെള്ളമെല്ലാം കുടിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നു. ഈ സമയത്ത് അദ്ദേഹം വലതുകാലെടുത്ത് വെച്ചപ്പോൾ തൊട്ട് ദുർനിമിത്തങ്ങൾ കാണുവാണ്. വിളക്കണയുന്നു, അതുപോലെ തന്നെ പല അപശകുനങ്ങളും കാണുക. അതെല്ലാം കാണുമ്പോൾ ഇദ്ദേഹം എന്തൊക്കെയോ ഇങ്ങനെ നോക്കുന്നു, അതുപോലെ ചിന്തിക്കുന്നു. ഇതിങ്ങനെ എന്നിട്ട് പൂർണിമയോട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ. അങ്ങനെ പൂർണിമയോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പൂർണിമ അതിൻ്റെതായ ഇതെല്ലാം പറയുന്നു. പക്ഷേ ഇതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് വലിയ ആശ്ചര്യം എന്നുള്ള രീതിയിലൊന്നും ഈ ഋതുവും അതുപോലെ സ്വാധീനം നിൽക്കുന്നില്ല. പിന്നെ അച്ഛൻ്റെ കാര്യങ്ങൾ അച്ഛൻ്റെ കല്യാണക്കാരും ആയതുകൊണ്ട് ഇവർക്ക് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നിഖിലിനോട് വരാൻ പറഞ്ഞപ്പോൾ നിഖിലിന് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. നിഖിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അവനും കൂടെ വന്നായിരുന്നെങ്കിൽ അവൻ്റെ കള്ളക്കളയും കൂടെ കുറേയൊക്കെ പിടിച്ചേനെ. അങ്ങനെ അദ്ദേഹം വന്നു, കബഡി നിരത്തി ഓരോ കാര്യങ്ങളൊക്കെ പറയുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് വിളക്കണയുന്നു. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇരിക്കുന്ന സമയത്ത് പ്രതാപൻ അങ്ങോട്ടേക്ക് വരാൻ മടിച്ചു നിൽക്കുക. പ്രതാപൻ അന്നേരത്തേക്ക് മടിച്ചു മാറി നിൽക്കുന്നു. വിളക്ക് കൊളുത്തി അദ്ദേഹം കബഡിപ്പലക നിരത്തി ഇങ്ങനെ ആ ഒരു പ്രാർത്ഥനയുമായിട്ടിരിക്കുന്ന സമയത്താണ് പ്രതാപൻ അങ്ങോട്ടേക്ക് വരുന്നത്. പ്രതാപൻ വന്നു എന്ന് പറഞ്ഞാൽ പ്രതാപൻ്റെ നിഴൽ കണ്ടപ്പോഴത്തേക്കും വിളക്കം കാണഞ്ഞു. അദ്ദേഹം നേരെ വിളക്കിലേക്ക് നോക്കി തിരിഞ്ഞൊരു നോട്ടം നോക്കി പ്രതാപനെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. എന്തോ ഒരു ദുഷ്ട ശക്തിയാണ് ഇയാൾ എന്നുള്ള കാര്യം. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം പിന്നെ അവരുടെ തലക്കുറിയോ ജാതകക്കുറിയോ അങ്ങനെ ഏതാണ്ടൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിത് കൊണ്ട് കൊടുത്തപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടാതെ ആ സാധനം നിലത്തേക്ക് വീഴുന്നു. അപ്പോഴും അത് അപശകുനം. അപ്പോൾ ഈ കല്യാണത്തിനെ പറ്റിയും അതുപോലെ തന്നെ ചെറുക്കനെ പറ്റിയും ഒക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ പറയുക. ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രതാപൻ ഇടയ്ക്ക് കയറി പറയുന്നുണ്ട്. അപ്പോൾ പ്രതാപൻ്റെ ഓരോ ചലനങ്ങളും അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട്. ഇവൻ്റെ ഉള്ളിൽ നിറയെ കള്ളത്തരമാണ്. അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള രീതിയിൽ വർത്തമാനം പറയുന്നതെന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം എന്നിട്ട് ഇങ്ങനെ ഈ പ്രതാപനെ തന്നെ ഇങ്ങനെ നോക്കുക കേട്ടോ. പ്രതാപനാണെങ്കിൽ ഇങ്ങനെ നിന്ന് കറങ്ങുവാണ്. കാരണം ടെൻഷൻ കാരണം കള്ളത്തരം പൊളിയരുതല്ലോ. അങ്ങനെ മൊത്തത്തിലാകെ പ്രശ്നവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇങ്ങനെ ഈ ഒരു ഈ ഒരു ചടങ്ങുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ആണെങ്കിൽ ആ വീടും പരിസരവും ഒക്കെ കാണണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വീട്ടിലെ മാധവമേനോൻ്റെ മുറി കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതെല്ലാം നമ്മുടെ പൂർണിമയും മക്കളും കൂടെ ചെയ്യുന്നു. അതുപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീടെല്ലാം കൊണ്ടുവന്ന് നടന്ന് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ മാധവമേനോൻ്റെ ഫോട്ടോയ്ക്ക് പോലും അതിൻ്റേതായ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. അങ്ങനെ ആ വീട്ടിൽ ഒരു അഴിച്ചുപണി തന്നെ നടത്തണം എന്നുള്ള കാര്യം അദ്ദേഹം പറയുക. പിന്നെ ഈ കല്യാണത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞത് ഒരു കാരണവശാലും ഈ വിവാഹം നടത്തരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ വിവാഹം അതൊരിക്കലും നടക്കാൻ പാടില്ലാത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചുവിന് സന്തോഷമായി. കാരണം നിഖിലിന് അച്ചുവിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ പൂർണിമയ്ക്ക് അന്നേരത്തേക്കും ടെൻഷൻ ആവുകയും ചെയ്തു. ഈ കല്യാണം നടത്തരുതെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പോൾ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് പൂർണിമയ്ക്ക് മനസ്സിലായി. ഈ സമയത്ത്
പ്രതാപനാണെന്നുണ്ടെങ്കിൽ നിന്നിങ്ങനെ ഇതാവുക. പ്രതാപനൊന്നും പറയാനും പറ്റുന്നില്ല. കാരണം ഇദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ വെച്ച് പ്രതാപൻ എന്തെങ്കിലും വാ തുറന്ന് പോയാൽ ഇനി ഒരു പക്ഷേ പ്രതാപൻ്റെ കള്ളത്തരം മുഴുവൻ അദ്ദേഹം വിളിച്ചു പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു സൂചനയെങ്കിലും ഇവർക്ക് കൊടുത്താലോ എന്നുള്ളൊരു പേടി പ്രതാപന് പെട്ടെന്ന് വന്നേ. അതുകൊണ്ട് തന്നെ പ്രതാപനൊന്നും മിണ്ടാനും പറ്റാതെ പോയി. അങ്ങനെ പ്രതാപന് ഇതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതായത് ഇയാൾ പോയി കഴിഞ്ഞിട്ട്, അദ്ദേഹം പോയി കഴിഞ്ഞിട്ട് ഇയാൾക്ക് കയറി എല്ലാ കാര്യങ്ങളും പറയാമെന്നാണ് പ്രതാപൻ വിചാരിച്ച് നിൽക്കുന്നത്. ഏതായാലും അദ്ദേഹം ആ വീട്ടിൽ സംഭവിച്ച ദുരന്തങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ഉണ്ടായ ആ ഒരു അപകടങ്ങളെപ്പറ്റി അതൊക്കെ ചതിവഴി വന്നതാണ് ചെറിയൊരു സൂചന അങ്ങ് കൊടുത്തു. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. അതെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പല്ലവി അങ്ങോട്ടേക്ക് വരുന്നത്. പല്ലവി അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ പല്ലവി ഇദ്ദേഹം കണ്ടു. അപ്പോൾ പല്ലവിയെ ഇദ്ദേഹം കുറേ നേരം ഇങ്ങനെ നോക്കി തലയിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് ഇപ്പം എല്ലാവരും ഇങ്ങനെ കൂടി നിൽപ്പുണ്ട്. പല്ലവിയുടെ തലയിൽ കൈ വെച്ചിട്ട് പൂർണ്ണിമയുടെ മക്കളോടും എല്ലാവരോടുമായിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിൽ പലരും ഈ കുട്ടിയെ ശത്രുവായിട്ടാണ് കാണുന്നത്. ഒരിക്കലും ഈ കുട്ടി നിങ്ങൾക്ക് ശത്രുവല്ല. ഈ കുട്ടിയെ വേദനിപ്പിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കുടുംബത്തിന് നന്മയായി നിൽക്കേണ്ടവളാണ് ഇവളെന്നും അതുപോലെ ഈ കുട്ടിയെ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പല്ലവിയുടെ തലയിൽ വെച്ച് ഇങ്ങനെ കൈ വെച്ച് പറയുക. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഋതികയും അതുപോലെ സ്വാധീനോ പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. പക്ഷേ പൂർണ്ണിമയ്ക്ക് അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി, മനസ്സ് നിറഞ്ഞു. പൂർണ്ണിമ അങ്ങനെ തന്നെയാണ് നമ്മുടെ പല്ലവിയെ കാണുന്നതും പല്ലവിയെ ചേർത്ത് നിർത്തുന്നതും. ഒരിക്കലും ഒന്നിൻ്റെ പേരിലും പല്ലവിയെ മാറ്റി നിർത്താൻ പൂർണ്ണിമ ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോൾ അദ്ദേഹം കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ സേതുവിൻ്റെ കാര്യങ്ങളും പറഞ്ഞു കേട്ടോ. സേതുവും പല്ലവിയും തമ്മിൽ ആ കുടുംബത്തിന് വേണ്ടി എങ്ങനെയാണ് പൊരുതുന്നത്, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് നിന്ന് എന്തൊക്കെയാണ് ആ കുടുംബത്തിന് നേട്ടങ്ങൾ ഉണ്ടാകുന്നത്, ആ ഒരു ഇതെല്ലാം പറഞ്ഞു. പിന്നെ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അതെല്ലാം തരണം ചെയ്യാൻ, അതെല്ലാം തടഞ്ഞു നിർത്താൻ പ്രാപ്തിയുള്ള ഒരാൾ ഈ കുടുംബത്തിലുണ്ടെന്നൊക്കെ പറഞ്ഞ് സേതുവിനെ കുറിച്ചും അങ്ങനെ പറയണു അദ്ദേഹം. അതെല്ലാം കേട്ടപ്പോൾ കുറച്ചൊക്കെ ഒരു സമാധാനവും ഒരു ആശ്വാസവും ഒക്കെ കിട്ടി നമ്മുടെ പൂർണ്ണിമയ്ക്ക്. എന്തായാലും പ്രതാപൻ്റെ കാലനായിട്ട് തന്നെ അദ്ദേഹം വന്നത്. വേറൊന്നുമല്ല, അവൻ്റെ സകല കൊള്ളരുതായ്മകളും ഇനി പുറത്തേക്ക് വരും. നമ്മുടെ മാധവമേനോൻ്റെ മരണം പോലും സ്വാഭാവികമായ മരണമല്ല, അതൊരു കൊലപാതകമാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വമ്പൻ വഴിത്തിരിവിലേക്കാണ് കഥയുടെ പോക്ക്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് അടുത്ത കഥകളും വിശേഷങ്ങളും ഒക്കെയായി കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നിങ്ങൾ തരുന്ന സപ്പോർട്ടും സ്നേഹവുമാണ് നമ്മുടെ ചാനലിൻ്റെ ഉയർച്ചയ്ക്കും അതുപോലെ തന്നെ ചാനലിൻ്റെ ആ ഒരു ഇതിനെല്ലാം കാരണം. അപ്പോൾ എല്ലാവരുടെയും സ്നേഹവും അതുപോലെ തന്നെ കരുതലും ഒക്കെ നമുക്ക് ഇനിയും വേണം. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ച് നിർത്തുക കേട്ടോ. താങ്ക് യു. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ഹാപ്പി സൺഡേ.